ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചൊരു അടയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ രണ്ട് രീതിയിൽ കൂടെ കാണിക്കുന്നുണ്ട്. ഒന്ന് അപ്പച്ചമ്പിൽ ആവി കയറ്റി വേവിക്കുന്നുണ്ട്, പിന്നെ ദോശക്കല്ലിലും ആക്കുന്നുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഇത് 1 കപ്പ് അരിപ്പൊടിയുണ്ട്, പിന്നെ അത് കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം, പിന്നെ ഫില്ലിങ്ങിന് ആവശ്യത്തിന് ഇതൊരു വലിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, ഇതൊരല്പം മല്ലിയില, ഇത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ, ഇതൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഇത് ചിക്കൻ ഒരു 4-5 കഷ്ണം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, ഇത് ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, അടയുണ്ടാക്കാൻ ആവശ്യമുള്ള ഇല. ആദ്യം നമുക്ക് പൊടി കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് തിളയ്ക്കുന്നോളം വരെ വെയിറ്റ് ചെയ്യാം. അരിപ്പൊടി നമുക്ക് ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി പൊടി കുഴയ്ക്കാൻ വയ്ക്കാം. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഇത് നൈസായി പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നല്ല ചൂടാണ്. നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇത് ചെറിയ സ്പൂണിന് 2 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ശേഷം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കും. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും
ഇതിലേക്ക് നമുക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കാം. ഒരു സവോളയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി വരട്ടാൻ ആവശ്യമായ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്നു വരുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. ഒരല്പം മുളക് പൊടി. അടയാണ്, ഒരുപാട് എരിവൊന്നും വേണ്ട. ചിക്കൻ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചെങ്കിൽ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് മതി. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാലയും ഇതൊന്ന് പിടിക്കുന്നോടും വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ സ്വാദും മണം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അതിനോട് ഇപ്പം മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എരിവ് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അടയായതുകൊണ്ട് പിന്നെ ഒരുപാട് എരിവ് ചേർത്തിട്ടില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. ആവശ്യത്തിനുള്ള എരിവായിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ഇലയിലേക്ക് പരത്തി കൊടുക്കാം. അല്പം വെള്ളം തൊട്ട് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കണം.
പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. പകുതിക്കൊന്ന് ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം നമുക്ക് മടക്കി എടുക്കാനുള്ളതാണ്. ഇതൊന്ന് മടക്കി കൊടുക്കാം. ഒരടയായിട്ടുണ്ട്. അടുത്തതുപോലെ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. കനം കുറച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തൊട്ട് പരത്തി കൊടുക്കാം. അടുത്തതും അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് മടക്കി കൊടുക്കാം. ഈ രീതിയിൽ ഞാൻ അടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അട നമുക്ക് ചൂടായ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നാക്കി പരത്തി വെച്ച് കൊടുക്കാം. അതേസമയം നമുക്ക് ദോശക്കല്ല് ചുട്ടും എടുക്കാം. ഈ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴേക്ക് ഇതിലല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഇലയൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുക്കുന്നത്. കല്ലൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഓരോ അട വെച്ച് കൊടുക്കാം. ഒരു അട നമുക്ക് ചൂടായ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നാക്കി പരത്തി വെച്ച് കൊടുക്കാം. ഇത് അടച്ചു കൊടുക്കാം. അടയുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പച്ചമ്മയിൽ വേകാൻ വെച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടയുടെ രണ്ട് ഭാഗം വെന്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടുത്തതും അതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ദോശക്കല്ല് ചുട്ട അടയൊന്ന് തുറന്നെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്. ഇനി ആവി കയറ്റി ഉണ്ടാക്കിയ അട നമുക്ക് തുറന്നെടുക്കാം. നല്ല സോഫ്റ്റായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മസാലയുടെയും ചിക്കൻ്റെ ഒക്കെ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.